So welcome to next lecture, chapter 5 differentiation. നമ്മൾ ഡിഫറൻസിയേഷൻ്റെ ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള എക്സാമ്പിൾസും അതിൻ്റെ ഡെഫിനേഷൻസും അതിൻ്റെ ജോമെട്രിയും എല്ലാം ക്ലാസ്സിൽ 1-2 തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ നമുക്ക് അധികം സമയം കളയാതെ തന്നെ നേരെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് മുന്നോട്ട് പോകാം. സോ ഡെഫിനിഷൻ 5.1, ദ ഡെറിവേറ്റീവ് ഓഫ് എ റിയൽ ഫംഗ്ഷൻ. ഓക്കെ, ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. സോ ലെറ്റ് എഫ് ബി എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. Now for any x belong to closed AB, let phi of t is equal to f of t minus f of x by t minus x. Okay, phi of t എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. And how is it defined? It is defined as f of t minus f of x by t minus x. x ഫിക്സ്ഡ് ആണ് കേട്ടോ. phi of t ആണ്, വേരിയബിൾ ടിയിലാണെന്ന് മനസ്സിലാക്കുക. വാട്ട് ഇസ് phi of t is equal to f of t minus f of x by t minus x. x എന്ന് പറഞ്ഞൊരു പോയിന്റ് ഡൊമൈൻ എടുക്കുന്നു. ആ പോയിന്റിലെ ഡെറിവേറ്റീവ് നമ്മൾ നോക്കുന്നത് എങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, phi of t എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. where t belong to open a b, t open double a ബിയിലെ ഒരു എലമെൻ്റ് ആണ്, and t not equal to x. Then the derivative of the function f at x is defined as f dash x is equal to limit t tends to x phi of t. The derivative of the function f at x is defined as f dash x is equal to limit t tends to x phi of t. That is, f dash x is equal to limit t tends to x f of t minus f of x by t minus x, provided the limit exists. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ് എന്നുള്ള ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ വാല്യൂ ആണ് നമ്മൾ എഫ് ഡാഷ് എക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നമ്മളിങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ലെറ്റ് ഡ്രോ എക്സ് ആക്സിസ് വൈ ആക്സിസ്, ഒരു എ കോമ ബി എന്നുള്ള ഇൻ്റർവൽ ഉണ്ട്. യു ചൂസ് എൻ എക്സ് ഫ്രം ദ ഡൊമൈൻ. സപ്പോസ് ദിസ് ഇസ് ദ ഫംഗ്ഷൻ. ഓക്കെ, ആൻഡ് ഫോർ സം ടി ഹിയർ you will be having 2 points. ഏതൊക്കെ പോയിൻറ്റ്സ്? One point will be x comma f of x here, and another point will be somewhat here, and that point will be t comma f of t. Okay, so with the help of a straight line, now we can join these 2 points. അത് ഈ കർവിനൊരു സീക്കൻഡ് പോലെ 2 പോയിന്റിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. And you may extend it if you want. നോ, എന്താ ചെയ്യുന്നത്? സീ ദ ഡെഫിനിഷൻ. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എന്നാണ് ഡെഫിനിഷനിൽ പറയുന്നത്. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഹിയർ ആക്ച്വലി ഇങ്ങനെ ഈ ടി എക്സിലേക്ക് വരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ സ്ലോപ്പ് ഇപ്പോൾ നമുക്ക് ഈ എക്സ് എഫ് ഓഫ് എക്സിലും ടി എഫ് ഓഫ് ടിയിലും കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ് കിട്ടിക്കുന്നത്. ആസ് ടി മൂവ്സ് ഫെർദർ ക്ലോസ് ടു എക്സ്, ഈ സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെയൊക്കെ വന്ന് തുടങ്ങാം അല്ലേ, കുറച്ചുകൂടെ ഇങ്ങനെ ചെരിഞ്ഞ് വന്ന് അവസാനം എന്താവും, ഇത് ഈ ഒരു സിംഗിൾ പോയിൻറ്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന ഒരു ടാൻജൻ്റായി മാറും, ഒരു ലൈനായി മാറും. അത് നമ്മൾ ടാൻജൻ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് ഈ ഫൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഈ ആസ് ടി മൂവ്സ് ടു എക്സ് ഓരോ പോയിൻറ്റിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടുന്നുണ്ടാവും. ആ സ്ട്രേറ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ് ഫൈ ഓഫ് ടി. സോ ആ സ്ലോപ്പുകളുടെ ലിമിറ്റാണ് ആര്, എഫ് ഡാഷ് എക്സ്. ഓക്കെ, ഇറ്റ് ഈസ് എ ലിമിറ്റ് ഓഫ് ദ സ്ലോപ്സ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എക്സ് എഫ് ഓഫ് എക്സ് ആൻഡ് ടി എഫ് ഓഫ് ടി. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ അങ്ങനെ കഴിഞ്ഞു. തിയറം 5.2, and this is very important. It's a university question. Let f be defined on closed interval AB. Okay, f is a function defined on closed interval AB. If f is differentiable at a point x belong to AB, then f is continuous at x. ഓക്കെ, എഫ് ക്ലോസ് ഇന്റർവൽ എ ബിയിൽ മൊത്തം ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ഇനി എഫ് എക്സ് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി ഓഫ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്നാണ് നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഈസ് ദ പ്രൂഫ്. f is differentiable at x belong to closed interval AB. Yes, so based on definition, that means f dash x exists ചെയ്യുള്ളൂ. Now what is f dash x? Limit t tends to x f of t minus f of x by t minus x. അതാണ് നമ്മുടെ f dash x, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ എഫ് ഓഫ് ടി നമ്മൾക്ക് വേണ്ടത് കണ്ടിന്യൂറ്റിയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. സോ നമ്മൾ ദെൻ എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് എന്താണെന്ന് നോക്കുക. എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസിൽ എഫ് ഓഫ് ടി ബൈ മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് ഇൻറ്റു ടി മൈനസ് എക്സ്. നമ്മൾ സിൻസ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു ടി, we are dividing both numerator and denominator with t minus x. Okay, so f of t minus f of x is equal to f of t minus f of x by t minus x into t minus x. Now applying limit on both sides, so we get limit t tends to x f of t minus f of x is equal to limit t tends to x f of t minus f of x by t minus x into t minus x. രണ്ട് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്തു. പക്ഷേ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ നേരത്ത് വാട്ട് ഇസ് ദിസ് ടേം,
this term is called f dash of x, because since f dash x exists, ഇതാണ് f dash x ൻ്റെ form. So you substitute for f dash x. Now what does limit t tends to x t minus x? t x-ലേക്ക് പോകുമ്പോൾ t minus x എന്തായി മാറും? that will go to 0. that is being given here. therefore you will get limit t tends to x f of t minus f of x is equal to എന്ത് കിട്ടി നമുക്ക്? 0 എന്ന് കിട്ടി RHSൽ. So limit t tends to x f of t minus f of x is 0. Okay, therefore limit t tends to x f of t is equal to what? f of t will be equal to f of x. കാരണം ഇവിടെ see in this expression x is a variable, t ആണ് ഇവിടെ വേരി ചെയ്യുന്നത്, x ഫിക്സ്ഡ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ലിമിറ്റ് കൊടുക്കുന്ന നേരത്ത് ആദ്യത്തെ ടേം ലിമിറ്റ് കൊടുത്തു, ലിമിറ്റ് അവിടെ ലിമിറ്റിൻ്റെ കൂടി എഫ് ഓഫ് ടി നിൽക്കുള്ളൂ, ബിക്കോസ് ടി ഫംഗ്ഷൻ്റെ വേരിയബിളുണ്ട്. സോ ടി ആണ് വേരി ചെയ്യുന്നത്, അപ്പുറത്തെ എഫ് ഓഫ് എക്സ് ഫിക്സ്ഡ് ആണ്. ദഫോ വി ഗെറ്റ് ലിമിറ്റ് ടി ടെൻസ് ടു എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഫംഗ്ഷൻ എന്തായി? അവിടെ കണ്ടിന്യൂസ് ആയി കേട്ടോ. Hence f is continuous at x. Now that this is the proof for differentiability implies continuity. Now next note, converse of the above function is not true. That is, continuity at a point doesn't imply differentiability at that point. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്ന് വിചാരിച്ചിട്ട് ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവണം എന്ന് നിർബന്ധമില്ല. ബിക്കോസ് കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ്. ഈ കോമൺ എക്സാമ്പിളാണ്, നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും പറഞ്ഞറിവുള്ളതും എല്ലാം ജസ്റ്റ് വീൽ ഗോ ത്രൂ വൺസ്. Consider the function f of x is equal to mod x, and where x is a real number. So mod x in a definition, positive ആവുമ്പോൾ f of x is equal to x when x is positive. Yes. f of x is equal to minus x when x is negative. Okay. Minus x negative ആവുമ്പോൾ minus x ആവും, and 0 if x is equal to 0. Okay, fine. Now when x is positive, f of x is equal to x. അത് under definition. Now being a polynomial, it is continuous. It is continuous. Now when x is less than 0, f of x is equal to minus x, being a polynomial, it's continuous. So polynomial function എല്ലാം continuous functions അറിയാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്നതാണ്. f of x equal to x polynomial ആയത് കാരണം x ഡൊമൈനിൽ നമ്മുടെ 0ൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള സ്ഥലത്ത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. f of x equal to minus x polynomial ആയത് കാരണം 0ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഈ 0 എന്നുള്ള പോയിന്റിൽ മാത്രം കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്താൽ മതി. ടു എക്സാമിൻ കണ്ടിന്യൂറ്റി അറ്റ് 0, വാട്ട് ഈസ് ലിമിറ്റ്? റൈറ്റ് ലിമിറ്റ് അറ്റ് 0, f of 0 പ്ലസ് എന്തായിരിക്കും? limit x tends to 0 f of x ആണല്ലോ 0 പ്ലസ് 0ൻ്റെ റൈറ്റ് ലിമിറ്റ്. ദാറ്റ് ഈസ് ലിമിറ്റ് x tends to 0 x f of x, x ആണ് റൈറ്റ് സൈഡിൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ 0 എന്ന് കിട്ടി. വാട്ട് ഈസ് ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് x is equal to 0? f of 0 minus is equal to limit x tends to 0 f of x. f of x എന്താ? നെഗറ്റീവ് സൈഡിൽ മൈനസ് എക്സ് ആണ്, ദാറ്റ് ഈസ് ലിമിറ്റ് x tends to 0 മൈനസ് എക്സ്. പക്ഷേ അതും 0 ആണ്. ദഫോർ f of 0 പ്ലസും f of 0 മൈനസ് എന്താണ്? 0 ആണ്. അപ്പോൾ അത് തന്നെയാണ് എന്ത് നമ്മുടെ f of 0യും അല്ലേ. ദഫോർ ലെഫ്റ്റ് ലിമിറ്റ് is equal to റൈറ്റ് ലിമിറ്റ് is equal to 0 at the point x is equal to 0, and also the value of the function at x is equal to 0 is again 0. Therefore we can say that f is continuous at 0 also. So in the entire domain the function is continuous. Therefore the function f of x is equal to mod x is continuous at every x belong to R. Now to prove that f is not differentiable at 0, നമുക്ക് ചെയ്യേണ്ടത് 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് കാണിക്കണം. ഓക്കെ, സോ ലിമിറ്റ് t tends to 0 f of t minus f of 0 by t minus 0. നമ്മൾ ഫോർ ടി ഗ്രേറ്റർ ദാൻ 0 കേട്ടോ. നമ്മൾ ഫോർ ടി ഗ്രേറ്റർ ദാൻ 0 നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് റൈറ്റ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഫോർ ടി ഗ്രേറ്റർ ദാൻ 0 എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0 ടി മൈനസ് 0 എന്ത് വരും? എഫ് ഓഫ് ടി ഇക്വൽ ടി ആണ് ഫോർ ടി ഗ്രേറ്റർ ദാൻ 0, ആൻഡ് എഫ് ഓഫ് 0 0 ആണ്. സോ ഡിവൈഡ് ബൈ ടി നമുക്ക് 1 കിട്ടും. ഓക്കെ, നൗ ആസ് വാട്ട് ഇസ് ലിമിറ്റ് t tends to 0 എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0 ബൈ ടി മൈനസ് 0 when t is less than 0. ടി നെഗറ്റീവ് ആകുമ്പോൾ എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0 ബൈ ടി മൈനസ് 0 എന്താവും? എഫ് ഓഫ് ടിക്ക് പകരം മൈനസ് ടി കൊടുക്കുക. സോ വിൽ ഗെറ്റ് -1. ഓക്കെ, ദർഫോർ എന്ത് പറയാൻ പറ്റും? 0 എന്നുള്ള പോയിന്റിൽ റൈറ്റ് ലിമിറ്റ് 1 ആവും, ലെഫ്റ്റ് ലിമിറ്റ് -1 ആവും. സോ അവിടെ എന്ത് ചെയ്യില്ല? ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ദർഫോർ ലിമിറ്റ് t tends to 0 എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0 ബൈ ടി മൈനസ് 0 ഡസ് നോട്ട് എക്സിസ്റ്റ്. ദർഫോർ എഫ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് 0. ഓക്കെ, അത് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു ടെക്നിക്ക് ഇവിടെ പറഞ്ഞുതരാം. നോക്കുക, നമ്മൾ പോസിറ്റീവ് സൈഡിൽ വി ഹാവ് ദ ഫംഗ്ഷൻ ആസ് ദിസ് ലൈൻ. സോ വാട്ട് ഇസ് സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ? സ്ലോപ്പ് എന്നാൽ ഡെറിവേറ്റീവ് ഡി വൈ. നമ്മൾ സാധാരണ ഡി വൈ ബൈ ഡി എക്സ് ആണല്ലോ ഇത്രയും ഭാഗത്ത്. ഡി വൈ ബൈ ഡി എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്, എഫ് ഓഫ് എക്സ് എക്സ് ആണ്. സോ ഡി എക്സ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ? 1 ആണ്. ഇനി നെഗറ്റീവ് സൈഡിൽ ഫംഗ്ഷൻ ഇസ് മൈനസ് എക്സ്. ദർഫോർ വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ്? ഇറ്റ് ഇസ് -1. സോ ഇവിടെ -1 ആണ്. സോ ഈ 0ൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് 1 കിട്ടും, ലെഫ്റ്റ് സൈഡിൽ -1 കിട്ടും. രണ്ടും എന്താണ്? രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ രണ്ടും സെയിം അല്ല. സോ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ സെയിം അല്ലാത്തതുകൊണ്ട് ഫംഗ്ഷൻ അവിടെ ഡിഫറൻഷ്യബിൾ അല്ല പറയും. ഓക്കെ, നൗ തിയറം 5.3.